ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. ഇവിടെ രാവിലെ 8:20 ആയി. ഞാൻ 8 മണിക്ക് എണീറ്റു. ഇന്ന് മുതൽ ഞാൻ എന്നെ തന്നെ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഐ ആം പ്ലാനിങ് ടു മേക്ക് വീഡിയോ എവറി ഡേ ഇൻ കൊറിയ. യൂഷ്വലി ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടാറ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ നടക്കുമ്പോഴാണ്. ഓക്കെ, അതായത് കൊറിയയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടക്കുമ്പോൾ. പക്ഷേ ഇന്ന് മുതൽ നെക്സ്റ്റ് 7 days ഐ എം പ്ലാനിങ് ടു പോസ്റ്റ് എവറി ഡേ എൻ്റെ എവറി ഡേ ലൈഫ് ഇൻ കൊറിയ. സോ ദാറ്റ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എൻ്റെ ലൈഫ് എങ്ങനെയാണ് കൊറിയയിൽ. ഇസ് ഇറ്റ് ദാറ്റ് ഫാൻസി എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ അപ്പോൾ അത് കാണിക്കാമെന്നാണ് പ്ലാന്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ആക്ച്വലി ഇന്ന് എനിക്കൊരു ടൂർ ഉണ്ട്. ഞാൻ അതുകൊണ്ടല്ല കേട്ടോ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. പക്ഷേ ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, ഇപ്പം എൻ്റെ റൂം ഭയങ്കര അലങ്കോലായിട്ട് കിടക്കുവാണ്. ഈ ഒരു ചെയർ കണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ദർ ഇസ് എ ചെയർ ഓൾവേസ് വിത്ത് ഓൾ ദ ക്ലോത്ത്സ് ആൻഡ് ഓൾ. എൻ്റെ ചെയർ എപ്പോഴും അങ്ങനെയല്ല. എൻ്റെ റൂമിൽ അധികം സ്ഥലമില്ലാത്ത കാരണം കിടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വയ്ക്കും, അല്ലാത്ത സമയത്ത് ബെഡിൽ വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. ഐ ഹാവ് ടു ക്ലീൻ ഇറ്റ് എനിവേ. അപ്പം നമുക്ക് റെഡി ആവാം. ഐ ഹാവ് ടു ഗോ. ഇവിടെ 2 പിമ്പിൾ ഉണ്ട് എനിക്ക് ബിക്കോസ് ഓഫ് എ ക്രീം ഐ യൂസ്ഡ്. പിന്നെന്താ, ഞാൻ എന്തായാലും റെഡി ആവട്ടെ. റെഡി ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. ഇതും ഒരു സ്കേർട്ടുമാണ് ഇട്ടത്. ഞാൻ ചായ കുടിച്ചു ആൻഡ് ഐ ഹാഡ് ഓൺലി ഒരു ബ്രെഡ്, അത് കഴിച്ചു. വേറൊന്നും ഇവിടെ കഴിക്കാനില്ല. ഓട്സ് ഉണ്ട്, അത് ഉണ്ടാക്കാനുള്ള സമയമില്ല. ബട്ട് ദെൻ യാ, ലെറ്റ്സ് ഗോ. പോകുന്ന വഴിക്ക് സിയൂല് വല്ലതും കാണുകയാണെങ്കിൽ വിശക്കുമ്പോൾ വാങ്ങിച്ച് കഴിക്കാം. Come with me today. 영어를 잘하시네요. There's common sense in leading the world. What purpose you're here? To study? 저 학생이었어요. What subjects? 그냥 학생이었어요? 어학당 다녔어요. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു ആജുഷി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കൊറിയയിലെത്തിയാലുള്ളൊരു ഇതെന്താണെന്ന് അറിയോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊറിയൻ സംസാരിച്ചു പോകും. നമുക്ക് കുറച്ചറിയെങ്കിൽ അവർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിലും. ബട്ട് ഇറ്റ് വാസ് സോ നൈസ് ടോക്കിംഗ് ടു ഹിം. ലൈക്ക് അവർ നമ്മളടുത്ത് നല്ലപോലെ അപ്രോച്ച് ചെയ്യുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ്. ഇതാണ് ഞാൻ എപ്പോഴും പോകുന്ന സബ്വേ സ്റ്റേഷൻ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള. ഇതൊരു കുഞ്ഞി സബ്വേ സ്റ്റേഷനാണ് കേട്ടോ. മറ്റേ ക്യാപ്സ്യൂൾ ട്രെയിനുള്ള സബ്വേ സ്റ്റേഷൻ. 3 കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. ഞാൻ വിചാരിച്ചു സൺഡേ ആയപ്പോൾ ആൾക്കാരുണ്ടാവില്ല, ഇന്ന് ഫുൾ ആൾക്കാരാ. ഞാനിവിടെ സ്റ്റേഷൻ്റെ അവിടെ എത്തി. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ ഇറങ്ങാൻ നേരത്തുണ്ടല്ലോ, ഒരു ആജുഷി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എന്നെ തോണ്ടിയിട്ട് ഇവിടെ ഇരുന്നോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാനും ഇറങ്ങുക. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് പീപ്പിൾ ആർ സോ കൈൻഡ് ടു മീ. ലൈക്ക് കൈൻഡ് ഓൾവേസ്. ഞാൻ ഭയങ്കര നല്ല ആൾക്കാരെ ഇവിടെ മീറ്റ് ചെയ്യാറുള്ളൂ. ഐ ഡോണ്ട് നോ വൈ. ഈസ് ഇറ്റ് ടോക്കിംഗ് അബൌട്ട് മൈ വൈബ്? എന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത് ഗൈസ്. നിങ്ങളുടെ എനർജി നല്ലതാണെങ്കിൽ യു വിൽ റിയലി മീറ്റ് ഗുഡ് പീപ്പിൾ. ചിലപ്പോഴൊക്കെ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഫോർ ലേണിംഗ്. ഓക്കെ, വി ആർ നോട്ട് പെർഫെക്റ്റ് അല്ലേ, അതുകൊണ്ട്. ഹായ് ഫെബമോൾ. ഫെബേനെ കുറ്റം പറയട്ടെ. ഫെബ കാരണം നമുക്ക് ട്രെയിൻ മിസ്സായി. ഇനി നമ്മൾ കറക്റ്റ് സമയത്തെ അവിടെ എത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലേറ്റായി. ഇന്ന് അവള് കാരണം. ഗൈസ്, സബ്വേയിൽ അങ്ങനെ ആരുമില്ല. ഇങ്ങോട്ട് നോക്കൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, നമ്മളിവിടെ ആർട്ട് സെൻറ്ററിലെത്തി. തെഹാങ്നോ പെർഫോമൻസ് ടൂർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അവർ നമുക്ക് പോയി താങ്ക്സ് ഫെബ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് തന്നു. ഇതിലുള്ള പോലെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ദിവസം പോകുന്നത്. ആൻഡ് ഒരു പാർട്ടിസിപ്പൻറ്റ് ടാഗും. ഇതാണ് സോൾ ആർട്ട് സെൻറ്റർ. പുള്ളിക്കാരൻ നമ്മുടെ ഫുള്ള് നമ്മളൊരു സെലിബ്രിറ്റി ഫീലിംഗ് തരും. വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, യുനോ. ഗൈസ്, നമ്മളിവിടെ സോൾ തിയേറ്റർ സെൻറ്ററിൽ ഇരിക്കുവാണ്. എന്താ നെക്സ്റ്റ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ പ്രോഗ്രാമിൻ്റെ ഒരു ഗുഡ് തിങ് എന്ന് പറയുന്നത് കുറേ ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാം. ഗ്ലോബൽ സോൾമേറ്റ് ആണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ വർഷത്തെ ഗ്ലോബൽ സോൾമേറ്റിൻ്റെ ഒരു അംഗം ആണ്.
ഗ്ലോബൽ സോൾമേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, എന്താ പറയേണ്ടതെന്നറിയില്ല. സോ അതിൻ്റെ ഒരു ഭാഗമാണ്. ലൈക്ക് കുറേ വർഷമായിട്ട് എനിക്ക് ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വർഷമാണ്, കഴിഞ്ഞ വർഷമാണല്ലോ ഇവിടെ വന്നത്. ഞാൻ വന്നപ്പോഴേക്കും പ്രോഗ്രാമിൻ്റെ അഡ്മിഷനൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഐ ആം ഹിയർ ഫോർ ദ പ്രോഗ്രാം. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഇന്നൊരു ആക്ടർ വരുന്നുണ്ട്. ഐ വിൽ ഷോ യു ആക്ടർ. ആ ആക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. Everyone, please warm welcome the actor Kim Young-min. 안녕하세요. 저는 어떻게 되지? 감사합니다. 네, 저는 오늘 대한민국 K 공연 투어 안내를 하게 된 배우 김영민입니다. 네, 한국에 거주하시는 여러 나라에서 오신 분들을 안내를 하게 돼서 영광입니다. ഗൈസ്, ഇന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ആക്ടർ കിം യോങ് മിൻ. നമ്മുടെ ക്വീൻ ഓഫ് ടിയേഴ്സിൽ ആ നാട്ടിൻപുറത്ത് പോകുമ്പോഴുള്ള ഒരു നല്ല ഭംഗിയുള്ള മനുഷ്യനില്ലേ, ആ മനുഷ്യൻ. പുള്ളിക്കാരൻ 51 വയസ്സായി ഗൈസ്, ബട്ട് ഹി ഡസൻ ലുക്ക് ലൈക്ക് 51 വയസ്സുകാരൻ. എനിവേ, ഇറ്റ്സ് ഗോണ ബി ഫൺ ടുഡേ. ലൈക്ക് ഒരു ആക്ടറൊക്കെ നമ്മളിങ്ങനെ ഗൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സംഭവമല്ലേ, അല്ലേ ഫബ? അതെ 100%. ഗൈസ്, രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്റ്റാച്യു. 여기가 대학로예요. 네. 왜 대학로라고 하시는지 아세요? 네, 알려줬어요. 알려줬어요. 여기 네. 서울대학교예요. നമ്മളിപ്പോൾ 3ാമത്തെ തിയേറ്ററിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുള്ളിക്കാരൻ ഇസ് വെരി ക്യൂട്ടർ ദാൻ മീ. ഐ മീൻ, ഞാൻ പറയാൻ കാരണം ക്യൂട്ടർ ദാൻ മീ എന്ന് പറയാൻ കാരണം പുള്ളിക്കാരൻ 51 വയസ്സും എനിക്ക് 53 വയസ്സും എനിക്ക് 32 വയസ്സുമാണ്. ലൈക്ക് ഐ ഷുഡ് ബി ക്യൂട്ടർ ദാൻ ഹിം, ബട്ട് ഹീ ഈസ് ക്യൂട്ടർ ദാൻ മീ. ദാറ്റ്സ് വാട്ട് ഐ മീൻറ്റ്. അല്ലാണ്ട് ഞാൻ ക്യൂട്ടാണെന്നല്ല. ഞാൻ ക്യൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ഇവിടെ എന്തോ പരിപാടി നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഓ, ഇത് ലാസ്റ്റ് തിയേറ്ററാണ്. മോസ്റ്റ്ലി ഇത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വീട്ടിൽ പോവുമായിരിക്കും. ബേസിക്കലി ഗൈസ്, ഇത് ദേഹാങ്നോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, കാരണം എന്താണ്, പണ്ട് സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഇവിടെയായിരുന്നു. സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഖ്വാനക്കു, കുറേ വർഷം മുമ്പ് ഖ്വാനക്കുവിലോട്ട് മാറ്റി. പക്ഷേ സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി വന്നപ്പം 4 വർഷം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ ആയ കാരണം ഈ സ്ഥലത്തിന് ദേഹാങ്നോ എന്നുള്ള പേര് വന്നു. ദേഹാങ്നോ ആണ് ദേഹാങ്റോ. ദേഹാങ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയും റോ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റുമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് എന്നുള്ളൊരു ലിറ്ററൽ മീനിങ്ങിനാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. 저희 조금만 더 이렇게 보이시죠? 이렇게. 네, 됐습니다. 안 오셔도 돼요. 지금 좀더 땡땡이 네, 좋아요. 나무 너무 예쁘다. 네, 좋습니다. 좋은 추억이 됐으면 좋겠습니다. 제일 끝납니까? 자르고 뭐 부족한 부분은 서울 관광재단에 들어가시면 서울의 문화예술 뭐 이렇게 많이 응원해 주시고 관심 가져주시고 많이 홍보해 주시고 사랑해 주시길 바랍니다. 감사합니다. ഗൈസ്, ഞങ്ങൾ പുള്ളിക്കാരൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ക്യൂവിലാണ്. 죄송합니다. 저는 블로그 찍어요. 인도 팬분들한테 하이 해주세요. 안녕하세요, 인도 팬분들. 네, 한국 많이 찾아와 주시고 사랑해 주세요. 감사합니다. ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. ദ മെയിൻ ഇവന്റ് ഓഫ് ദി ഡേ. ഫെൻജാങ് ചിക്കയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആക്ടർ ബ്രോ പോയി. നമ്മളിന്ന് ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. ഈ ഒരു ഗൈസ്, നമ്മുടെ ഇപ്പം തന്നെ ചത്തനെ
ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ജിൻ ആർട്ട് ഹോൾ. നമ്മുടെ ജിന്നിൻ്റെ അല്ല, വേറെ ജിൻ ആർട്ട് ഹോളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തോ പരിപാടി കാണാൻ പോവാണ്. ഓക്കെ, ലൈക്ക് സം പെർഫോമൻസ്, മ്യൂസിക്കൽ. യാ, മ്യൂസിക്കലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ് ഇതാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ ഇവിടെ മ്യൂസിക്കൽ കാണാൻ വന്നതാണ്, ഇൻസൈഡ് ഔട്ട്. ഇപ്പം അതിൻ്റെ ബാക്ക് സ്റ്റേജ് നമുക്ക് കാണിച്ചു തരും. ഈ കാണുന്ന ചേട്ടനാണ് ഇൻസൈഡ് മീ എന്ന് പറഞ്ഞ മ്യൂസിക്കലിൻ്റെ തല. അതായത് ഡയറക്ടർ, പ്രൊഡ്യൂസർ, ലൈറ്റ് സെറ്റപ്പ് എല്ലാം പുള്ളിക്കാരനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബാക്ക് സ്റ്റേജ് ടൂർ തന്നായിരുന്നു നമ്മൾ ഈ കെ പെർഫോമൻസ് ടൂറിൻ്റെ ഭാഗമായി വന്ന കാരണം. ആൻഡ് ഇറ്റ് വാസ് സോ ഫാസിനേറ്റിംഗ്. പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഈ ഒരു ഇൻസൈഡ് മീയിൽ 3 ക്യാരക്ടേഴ്സാണുള്ളത്. അതിൽ ഒരു ക്യാരക്ടർ 9 ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. സോ അവരെങ്ങനെയാണ് ഡ്രസ്സ് അറേഞ്ച്മെൻറ്റ്, കാരണം പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി വരണമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഓൾസോ ഉള്ളിലൊരു TV ഉണ്ട്. ആ TV നോക്കിയാൽ അവർക്ക് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. സോ ആരാണ് ഭയങ്കര ചിയർഫുൾ ആയിട്ടിരിക്കുന്നത് അവരവർ സ്റ്റേജിലോട്ട് വിളിക്കുന്നതാണ് പറഞ്ഞത്. ആൻഡ് ദെൻ ഹി ആസ്റ്റ് ആർക്കൊക്കെയാണ് സ്റ്റേജിൽ വരാൻ താല്പര്യമുള്ളതെന്ന്. അപ്പോൾ ഈ പിള്ളേരൊക്കെ കൈ പൊക്കി. ഞാൻ കൈ പൊക്കിയില്ല, ബട്ട് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്. ഗൈസ് നമുക്ക് അവർ ഈ ഒരു ഗ്ലാസ് ആൻഡ് ഫോണ് തന്നു. കണ്ണാടി വെച്ചാൽ നമുക്ക് സബ് ടൈറ്റിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഗൈസ് ഈ കണ്ണട വെച്ചിട്ട് എങ്ങനെ ഞങ്ങൾ കൂളല്ലേ? നീ കണ്ണട വെക്കി, ഒന്നുകൂടെ എടുക്കണമായിരിക്കുമല്ലോ. അത് കുഴപ്പമില്ല, നമ്മൾ ഫുള്ള് നാച്ചുറലാണ്. എങ്ങനെയുണ്ട്, നമ്മൾ കൂളല്ലേ? ജെൻസി മനസ്സിൽ മാത്രം പൂക്കി. കൊറിയൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മ്യൂസിക്കൽ അല്ലെങ്കിൽ തിയേറ്റർ പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവർ കുറേ ഗിഫ്റ്റ് കൊടുക്കും ഓഡിയൻസിന്. യെസ് ഗൈസ്, എനിക്കാണ് സ്റ്റേജിൽ പോകാനുള്ള അവസരം കിട്ടിയത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ അവരെന്തൊക്കെയോ ചോദിച്ചപ്പോൾ കുറേ കൈയടിച്ചായിരുന്നു. ബട്ട് ഐ തിങ്ക് ദേ ഫൗണ്ട് മീ ചിയർഫുൾ. സോ അവർ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യുന്നത് അത് ഞാനും ചെയ്യണം, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്യണം, അവർ പറയുന്നതിന് ആൻസർ ചെയ്യണം, ഡാൻസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. 빠르게. 자, 기우미, 요가는 해보신 적 있으십니까? 대답은 그냥 악으로합니다. 악! 좋습니다. 지금부터 PPL 시작하도록 하겠습니다. 자, 산타로부터 선물 같은 양. 대답은 그냥 악으로합니다. 좋습니다. 안녕하세요. 요가 수업 예약하신 분입니까? 요가 지금 시작! 하나 둘셋넷 둘셋 하나 둘셋넷 둘셋 자, 첫 번째는 나무 자세 손머리 위로 올려주고 오른발 다리 밀어줍니다. 자, 나갑니다. 나는 나무다. 나는 나무다. 자, 좋습니다. 왼발 들어줍니다. 발은 절대 떨어지지 않습니다. 하나 둘셋넷 둘셋 자, 빨리 앉아줍니다. 다음 나비 자세 따라합니다. 나는 납니다. 나는 납니다. 나는 납니다. 나는 납니다. 나는 날 수 있다. 나는 날고 있다. 좋습니다. 자, 머리 숙여서 자기 발냄새 맡깁니다. 오케이, 기움이 잘했습니다. 자, 다음은 스트레칭 하도록 하겠습니다. 치마 조심, 스트레칭 시작! 오른쪽, 왼쪽, 오른쪽, 왼쪽 빠르게 왼 하고 광수부양이 자세 이야, 이렇게 말까지 같이 이야, 빠르게 매여 잘했습니다. 일어났습니다. 자, 다음은 폼차 돌리기 자세 준비. 자, 이 자세는 마우스 플래시 자세로 위험하니 따라하지 마십시오. 저만 바라봅니다. 온리 위 폼차 돌리기 시작. 마지막에 기어가지고 시작. 하나 둘셋넷 둘셋 하나 둘셋넷 둘셋 자, 매를 오른쪽에서 유관을 줄 최대한 빠르게 대충 말아줍니다. 대충 말아줍니다. 빠르게 대충 빠르게 말아줍니다. 신발 신습니다. 유아매트 듭니다. 빠르게 신어줍니다. 오케이. 자, 사주경계 기억이 저만 따라옵니다. 자, 왼발 자리에 앉아. 포켓팅 시작. 이렇게 잘했습니다. 정말 술탄 틱 무슨 위험합니다. 피하십시오. 선생님 미안해요.
일어나요 빨리. 일어나요 빨리. 자 자료 정해. 자료 정해. 차렷 경례 욕할. 자 잘했습니다. 고생해준 기운이 과 인사이드였습니다. 감사합니다. ഗൈസ് നമ്മുടെ മ്യൂസിക്കൽ കഴിഞ്ഞു. മ്യൂസിക്കലിൽ ഞാൻ സ്റ്റേജിൽ കയറി. ദറ്റ് വാസ് ഫണ്ണി. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പോലെ എന്ന് പറയുന്നത് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു കോഫി കുടിച്ചിട്ട് പോകാനാണെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല മേക്കപ്പും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ഞാനാ. ഇന്ന് സ്റ്റേജിൽ കയറേണ്ടപ്പോൾ ഞാൻ കൂതറായിട്ടാണ് വന്നത്. ബട്ട് എനിവേ ഗൈസ് നമ്മൾ മെഗാ കോഫിയിൽ വന്നിട്ട് ഈ 2 സാധനം വാങ്ങിച്ചു. ലുക്ക് അറ്റ് ദിസ് മാരക കളറ്. ഓ ഒന്നുകൂടെ പറയൂ. ഗൈസ് ഞാനിപ്പോൾ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇന്നത്തെ ദിവസം ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോകല്ല കേട്ടോ. പക്ഷേ ഇന്നെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മ്യൂസിക്കലിന് ഞാൻ സ്റ്റേജിൽ കയറി. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ഐ തിങ്ക് ഐ ജെൽഡ് അങ്ങനെ പറയുമോ എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. സ്റ്റേജിൽ കയറി അവർ ചെയ്യാൻ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തു, അത്രയായിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്കും അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവുമെന്ന്. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഞാൻ റൂമിലെത്തി. ഞാൻ എന്നും എൻ്റെ റൂമിൽ വരുമ്പോൾ എൻ്റെ റൂം അലങ്കോലേക്ക് കിടക്കും. ഇന്ന് കുറച്ച് ഭേദമാണെന്ന് തോന്നുന്നു. പോകുന്ന തിരക്കിൽ എന്തൊക്കെയോ ഡ്രസ്സ് വലിച്ചു വാരിയിടും. ബട്ട് ഇന്ന് ഭേദമാണ് ആക്ച്വലി. ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഐ ഡോണ്ട് നോ എത്ര നേരം ഉണ്ടാവുന്നൊന്നും. കാരണം എനിക്ക് പണിയുണ്ട്, എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാം, അത്രയൊക്കെ ഉള്ളൂ. ഞാനിവിടെ വന്നതിന് ശേഷം കോഫി കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാവുമ്പോണ്ടല്ലോ നമുക്കൊരു ചൂടുള്ള വെള്ളം കുടിക്കാൻ തോന്നും. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പം. ഈ കെറ്റിലുണ്ടല്ലോ ഇവിടുത്തെ ഓണർ എനിക്ക് തന്നത്. ഞാൻ മധുരിടാറില്ല കോഫിയിൽ. ഞാൻ ചിലപ്പം കുറച്ചെങ്കിലും എങ്ങായിട്ട് നിൽക്കുന്നതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഞാൻ മധുരം കഴിക്കാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? ഇന്നലെ രാത്രി ഉണ്ടല്ലോ എനിക്കത്ര നല്ലൊരു മൂഡായിരുന്നില്ല. ഐ വാസ് ലിറ്റിൽ സാഡ് ഫോർ സം റീസൺസ്. ഓക്കെ, അപ്പോൾ ഞാൻ കിടന്നപ്പം നല്ല വിഷമിച്ചിട്ടാണ് കിടന്നത്. ആൻഡ് ഐ റിയലി മിസ് മൈ മോം ദീസ് ഡേയ്സ്. മേ ബി ചിലപ്പോൾ ഞാൻ ഈ ഇതുണ്ടായിരുന്നില്ലേ വെൻ ലൈഫ് ഗിവ്സ് യു ടാൻജറിൻസിൻ്റെ എൻ്റെ സ്പീച്ച് കോൺടെസ്റ്റിനുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കിയപ്പോൾ ഉണ്ടല്ലോ അത് ഒരു 1.5 ആഴ്ച എടുത്തായിരുന്നു അത് റെഡിയാക്കി ഒരു സംഭവമാക്കാൻ വേണ്ടിയിട്ട്. സോ ഐ വാസ് കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് അബൌട്ട് മൈ മോം ആൻഡ് ഓൾ ദ തിങ്സ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഐ മിസ് ഹെർ ലിറ്റിൽ മോർ ദീസ് ഡേയ്സ്. ആൻഡ് വേറെ കുറച്ച് വിഷമങ്ങളെന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് കൺഫ്യൂഷൻസ് ആൻഡ് ഓൾ ദാറ്റ് എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ബട്ട് ദാറ്റ്സ് ഓവർ. ഓക്കെ, രാവിലെ എണീറ്റപ്പോൾ അത് പോയി. ബട്ട് ലൈക്ക് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ ഐ വാസ് ദ ചൂസൺ വൺ ഫോർ ദ മ്യൂസിക്കൽ. ഞാൻ സ്റ്റേജിൽ കയറി. ഐ ഹാഡ് ഫൺ വിത്ത് ദം. So I was happy, like as an influencer, അല്ലെങ്കിൽ as a content creator, it's a nice opportunity to be on stage and perform and all, even though it was funny. So like God, I felt like God എനിക്കൊരു ചാൻസ് തന്നതാണ് to be happy again. ഇന്നലെ കുറേ വിഷമിച്ചല്ലേ കുട്ടി, ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കൂ. സോ ദാറ്റ് വാസ് നൈസ്. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു പവറിൽ വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് യെസ്, ഐ ബിലീവ് ഇൻ ദീസ് തിങ്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ എന്നും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്, അങ്ങനെയൊന്നല്ല. ബട്ട് ഐ ബിലീവ് ഇൻ ദാറ്റ് പവർ. യാ. അപ്പോൾ ഇനി നമുക്കൊരു ഡ്രാമ കാണാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി കാണുന്ന ഡ്രാമയാണ് റെസിഡൻറ്റ് പ്ലേ ബുക്ക്. അത് ഞാൻ കുറച്ചാണ് ഡെയിലി കാണാറ്. ഒരു എപ്പിസോഡ് പോലും എനിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം ഞാൻ അത് കുറച്ചു നേരം കണ്ടിട്ട് ബാക്കി പരിപാടി നോക്കണം. ഗൈസ്, ഞാൻ ഇത്ര നേരം എഡിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഇവിടെ എന്താ ഒരു കളർ മാറ്റം. ഞാൻ ഇത്ര നേരം എഡിറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി ഡ്രാമ കാണാൻ പറ്റിയില്ല, കാരണം നെറ്റ്ഫ്ലിക്സ് എൻ്റെ ഫ്രണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, ഞാൻ കുളിച്ചു വന്നു. ചോറും കറിയും ഉണ്ടാക്കിയിട്ടില്ല. ചോറ് ആക്ച്വലി ഉണ്ടായിരുന്നത് കേടുവന്നു. അപ്പോഴാണ് ദേവതയെ പോലെ എൻ്റെ ഫ്രണ്ട്, താഴെയുള്ള റൂമിലുള്ള ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞത്, സുഷ് ഫുഡ് കഴിക്കാൻ വരുന്നോ? Yes, I said yes without any shame, thanking her. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാം. ഓക്കെ, ഐ എം ടേക്കിംഗ് വ്ളോഗ്. അപ്പോൾ പെപ്സി
അമ്മ പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ നേരത്ത് കയറി ചെല്ലരുത് and എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്ന്. സോ ഇവളുടെ റൂമാണിത്. അത് അവളുടെ ബോയ് ഫ്രണ്ടും. അവളുടെ ബോയ് ഫ്രണ്ടാണ് കുക്ക് ചെയ്യുന്നത്. അനിയോ ഇവിടെ അവിയൽ കിട്ടുവോ? ഇവിടെ അവിയൽ കിട്ടില്ല. തേങ്ങ ഇല്ല. തേങ്ങ പോയിട്ട് മാങ്ങ പോലും ഇല്ല. അത് റിപ്പീറ്റ് ചെയ്ത്. തേങ്ങവും ഇല്ല. തേങ്ങ പോയിട്ട് മാങ്ങ പോലും ഇല്ല. തേങ്ങ പോയിട്ട് മാങ്ങവും ഇല്ല. ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. 이거는 유튜브. 유튜브. 블로그 하고 있어요. 오케이. 준이 made this. 맛있는 닭도리탕. ഓക്കെ സോ നമുക്കിനി ഫുഡ് കഴിക്കാം. ഇതാണ് ഫുഡ്. വാ 맛있어 보여요. 진짜. 맛있어. Today's host. 오버쿡 됐어? 아이 괜찮아. 언니 오버쿡 좋아하잖아. My fans guys, my fans. Oh yes. Oh, I was just liking your video. Guys, I was just joking, okay? Look. I'm obsessed with this girl. 고마워. 그렇게 말해줘서 고마워. ഇനി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ അവർ ഇനി എന്നെ വിളിക്കില്ല. അതുകൊണ്ട് Of course not. I was just joking. Ah. Okay, now ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ റൂമിലോട്ട് വന്നു. പെട്ടെന്നൊരു വയറുവേദന എന്താണെന്നറിയില്ല. എനിവേ ഇന്നത്തെ വ്ളോഗ് ഐ നോ ഇറ്റ്സ് എ സാധാരണ വ്ളോഗ്. ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ ഒരു ഡെയിലി ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. സോ ദാറ്റ് ഐ നോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സീരീസ് ഇഷ്ടമാണ്. കൊറിയയിലെ ഒരു നോർമൽ ലൈഫ്. കൊറിയൻ്റെ ലൈഫും ഇസ് നോർമൽ അല്ലേ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫാൻസി ലൈഫ്. ബട്ട് ഇന്നത്തെ ദിവസം കുറച്ച് ഫാൻസി ആയിരുന്നെങ്കിലും ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.